ഇവിടെ കണ്ടോ ഒരു 10, ഇത് UAE-ന്റെ 10 നോട്ടാ കണ്ടോ, കറക്റ്റ് സെൻട്രലായിട്ട് കാണുന്നത്. ഹായ്, ഷാഹുലാണ്. നമ്മൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് UV ടോർച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു UV ലൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, നമുക്ക് അറിയുന്ന ഞാൻ പറഞ്ഞുതരാം. അതല്ലാതെയും കുറേ ഉപയോഗങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആയി കാണിച്ചാൽ ഇത് 2 ഐറ്റം ഉണ്ട്, ചെറുതും വലുതും നമ്മളെ കയ്യിലുണ്ട്. ഇത് ഓപ്പൺ ആക്കിയാൽ ഇതാണ് ഇതിന് വരുന്നത്. കുറച്ചധികം LED ആയിട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ചെറിയ ടൈപ്പ് എന്ന് പറയുന്നത് ഇതിലൊരു 10 LED ആയിട്ടാണ് ഈ ചെറുതിൽ വരുന്നത്. ചെറുതിലെ ബാറ്ററി സാധാരണ റീചാർജബിൾ അല്ല, നോർമൽ ബാറ്ററി ആട്ടോ. ചെറുതിൽ വരുന്നത് ട്രിപ്പിളിൻ്റെ 3 ബാറ്ററി, അതിൻ്റെ ബാറ്ററി കേസാണ് ഇത് വരുന്നത്. ഇനി വലുതിലാണെങ്കിൽ വലുതിൽ ഡബിൾ എ ബാറ്ററിയാണ്, അതിൻ്റെ ബാറ്ററി കേസാണ് വരുന്നത്, ഡബിൾ എ ബാറ്ററി. ഇതിലൊരുപാട് ഉപയോഗങ്ങൾ. നമ്മൾ നോട്ടുകളിൽ അടിച്ചു കഴിഞ്ഞാൽ വ്യാജനാണോ എന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റും. പിന്നെ തേളിന് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്ലോ ആയിട്ട് കത്തും. ഫിഷിങ്ങിൻ്റെ ഉപയോഗത്തിലാണെങ്കിൽ നമ്മളെ ജിഗ് എല്ലാം ഗ്ലോ ടൈപ്പ് വരുന്ന ജിഗുകളുണ്ട്. ഈ ഗ്ലോ ടൈപ്പ് വരുന്ന ജിഗുകളിലേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു വിധം അത്യാവശ്യം ലൈറ്റ് കൂടുതൽ കിട്ടും ഗ്ലോയിലൊക്കെ. പിന്നെ വരുന്ന പെറ്റ്സിനൊക്കെ വളർത്തുന്നവർക്ക്, പട്ടീനൊക്കെ വളർത്തുന്നവർ നമ്മളെ കാർപ്പറ്റ് അല്ലെങ്കിൽ സോഫകളിലൊക്കെ മൂത്രം ഒഴിച്ചിക്കണമെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് നമ്മൾ ഈ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തിളക്കം കാണാൻ പറ്റും. പെട്ടെന്ന് എവിടെയാണ് മൂത്രം ഒഴിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഡോഗ്സ് പെറ്റ്സ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ നോട്ടിലേക്കാണ് അടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. തേളിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കൊണ്ടുവന്ന് മരുഭൂമിയിലേക്കും ഒക്കെ പോകുന്നുണ്ട്. അവിടെയൊക്കെ ഹണ്ടിങ്ങിന് പോകുന്നവർ ഈ ടോർച്ച് കൊണ്ടുപോകും. നാട്ടിലേക്കും തന്നെ മലയിലൊക്കെ പോകുന്നവളും സാധാരണ മഴക്കാലത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ നല്ലതാണ്. ഇതിപ്പോൾ ഡബിൾ ബാറ്ററി ഇട്ട വലിയ സാധനം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ലൈറ്റ്, ഒരു വയലറ്റ് കളറ് ലൈറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് പകൽ അത്യാവശ്യം അധികം ലൈറ്റ് തോന്നില്ലെങ്കിലും ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ നൈറ്റ് വ്യൂസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. പിന്നെ ഈ ലൈറ്റിലെ പ്രത്യേകത, നമ്മൾ ഒരുവിധം ചെറിയൊരു തിളക്കമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു ഇതുള്ള ഒക്കെയാണ് നമുക്ക് രാത്രി നൈറ്റിൽ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തിളങ്ങി കാണാൻ പറ്റും. ഇത് തിളങ്ങി കാണും. ഇത് നൈറ്റിൽ ഞാൻ വ്യൂസിൽ കാണിച്ചു തരാം. നമ്മളെ ചെറിയ ചെറിയ പ്രൊഡക്റ്റ് ഈ ഫിഷിംഗ് റോഡിനാണെങ്കിൽ അതിൻ്റെ പാർട്ടൊക്കെ വരുന്നില്ല, യെല്ലോ കളറ്, ഓറഞ്ച് കളറൊക്കെ. ഇത് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്ലോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് അനുഭവപ്പെടും. അപ്പോൾ ഇതിൽ നോട്ടിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വീഡിയോയിൽ പകലാണെങ്കിലും ഇതിലാണെങ്കിലും ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് UAE-ന്റെ ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന 10ന്റെ നോട്ടാട്ടത്. ഇതാണ് നോട്ട് വരുന്നത്. ഇതിലടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഇത് കാണുന്നുണ്ടോ? ഇത് എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല. ഇവിടെ ഒരു ഗ്ലോയിൽ ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ ഈ സൈഡിലുള്ള ഈ ലൈറ്റുകളുണ്ടോ, ഒന്ന് തിളങ്ങിയിട്ട് കാണിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതാ ഈ ഒരു പടമായിട്ട് കണ്ട, എൻ്റെ ബാറ്റിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് എത്രത്തോളം ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. അതുപോലെ തന്നെ നൈറ്റിലൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, എവിടേക്കെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും, ഫിഷിങ്ങിനാണെങ്കിലും ഹണ്ടിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഇത് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ തേളിനൊക്കെ പെട്ടെന്ന് ഗ്ലോ ആയിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ നൈറ്റിലെ UV ലൈറ്റിൻ്റെ ഒരു ഇത് ക്വാളിറ്റി കാണിച്ചാൽ, ഇത് സാധാ ലൈറ്റ് ആട്ടോ. സാധാ ലൈറ്റ് കണ്ടോ, ഇങ്ങനെ അടിക്കുമ്പോൾ നോർമലി ഇങ്ങനെയാണ് കാണിക്കുന്നത്. കണ്ടോ, ഫിഷിംഗ് റോഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, സാധാ ലൈറ്റാണിത്, ഇങ്ങനെയാണ് ടോർച്ചിൽ വരുന്നത്. ഇനി UV അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. UV അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് കണ്ട നമ്മൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള സംഭവമൊക്കെ തിളങ്ങി ഫിഷിംഗ് റോഡിൻ്റെ ഒക്കെ എൻ്റെ ഒക്കെ നോക്കി അവിടെയൊക്കെ ഗ്ലോ ആയിട്ട് കാണുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് അടിച്ചൊരു ഭാഗം ഈ ഒരു ഭാഗത്ത് നോക്കുക കണ്ട, ഈ ഫിഷിങ്ങിൻ്റെ എൻഡ്, ഈ റോഡിൻ്റെ ഒക്കെ എൻഡ് ഭാഗം ഇങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ റോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാ ലൈറ്റിൽ ഇത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നോർമലായിട്ട് നമ്മൾ സാധാ കണ്ണിൽ കാണുന്ന പോലെ. ഇത് കണ്ട, ഇവിടെ കുറച്ച് റോപ്പുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ UV അടിച്ച് കണ്ട, UV അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ല, ഈ ലൈറ്റ് ഈ റോപ്പെല്ലാം തിളങ്ങിയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളെന്തെങ്കിലും മിസ്സായി, രാത്രി എന്തെങ്കിലും മിസ്സായാലും ഇത് കണ്ട തിളങ്ങിയിട്ടാണ് നമുക്ക് കാണുന്നത്. നല്ല ഗ്ലോ ആയിട്ട് ഇങ്ങനെ കാണും. അതാണ് UV-ൻ്റെത്. ഇനി നോട്ടിൽ ഗ്ലോ ജിഗ്, ഇതാണ് നമ്മളെ ജിഗ്. ഇനി UV അടിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ജിഗിൻ്റെ കളർ കണ്ടോ, നല്ല ബൾബ് കത്തുന്ന ഒരു കത്തുന്ന നല്ല അടിപൊളിയായിട്ട്. ഇനി നോട്ടിലേക്കാണ് നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നോട്ട്. ഈ സൈഡിലുള്ളത് കണ്ടോ തിളങ്ങുന്നത്. ഞാൻ സാധാ ലൈറ്റ് അടിച്ച് കാണിച്ചു തരാം. സാധാ ലൈറ്റിൽ ടോർച്ചിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക, നമുക്ക് പെട്ടെന്ന് വരില്ല. UV ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതിൻ്റെ സെൻറ്ററിലുണ്ട് ഒരു 10
ഇവിടെ കണ്ടോ ഒരു 10 ഇത് UAE-ന്റെ 10 നോട്ട കണ്ടോ കറക്റ്റ് സെൻട്രലായിട്ട് കാണുന്ന ഇത്. പിന്നെ ഈ ലൈറ്റ് ഇത് തിളങ്ങുന്നു. ഇനി ഇതിൻ്റെ മറുഭാഗം കാണിച്ചാൽ കണ്ടോ ഇവിടെ ഇതാണ് നോട്ടിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ വ്യാജനാണെന്നുള്ളതൊക്കെ പെട്ടെന്ന് അറിയാൻ കഴിയും. ഇതിലേക്ക് നമ്മൾ സാധാ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. സാധാ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു തിളക്കമല്ല. ഇവിടെ നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്ന ആ 10 എഴുതിയ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇതിൻ്റെ തള്ളവരിൽ നിൽക്കുന്ന അവിടെ അത് കാണുന്നുമില്ല. കറക്റ്റ് UV അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കണ്ടോ. പിന്നെ ഇവിടെ സൈഡിൽ എഴുതിയ അക്കങ്ങളെല്ലാം തിളങ്ങി കാണുന്നു. ഇതാണ് നൈറ്റ് വേർഷൻ. അപ്പോൾ അതുപോലെ നമ്മളെ തേള് മറ്റുള്ള ഞാൻ പറഞ്ഞ പെറ്റ്സിനെ വളർത്തുന്നവർക്ക് ആ സംഗതികൾ, പിന്നെ ജിഗിനാണെങ്കിലും പിന്നെ ഒരുപാട് സംഭവത്തിലും ഉണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ UV ലൈറ്റൊക്കെ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ. ഇത് ഒരുപാട് ഉപയോഗങ്ങൾ നടക്കുന്നുണ്ട്. നൈറ്റിൽ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ലൈറ്റാണ് ഇതിൻ്റെ ഉപയോഗം. ഇതിൻ്റെ നമ്മൾ UAE ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഷോപ്പിലുണ്ട് 2 സൈസ് ഉണ്ട്. ഇതിൻ്റെ വലുതും ചെറുതും ഉണ്ട്. അല്ലാത്തവർക്ക് UV ടോർച്ച്, UV ലൈറ്റ് എന്നൊക്കെ, UV ഫ്ലാഷ് ലൈറ്റ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ അല്ലെങ്കിൽ പല സൈറ്റിലേക്കും കാണാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ളവർ നോക്കുക. അപ്പോൾ ഇതാണ് UV ലൈറ്റ്. അറിയാത്തവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കും ഇത് ഫസ്റ്റിൽ എന്താണെന്ന് അറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനൊരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് ഈ UV ലൈറ്റ് കൊണ്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അടുത്ത പ്രൊഡക്റ്റായിട്ട് വീണ്ടും വരാം.